ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഹൗസ് വാമിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയി വന്നാണ് കേട്ടോ. അപ്പോൾ ഇതാ സ്വത്തുമണി ഉണ്ട്. സ്വത്തുമണി പിന്നെ മാറ്റി അടിപൊളിയായിട്ടാ. ബ്ലാക്ക് ഷൂ, ബ്ലാക്ക് ഷർട്ട്, ജീൻസ് ബ്ലൂ. അപ്പോൾ സെറ്റല്ലേ ഗൈസ്? അങ്ങനെ എല്ലാവരും കൂടി പോവാൻ കേട്ടോ ഗൈസ്. അപ്പോൾ അനിയത്തി ഇതാ പോയി ഗിഫ്റ്റൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അമ്മയും വന്നു, ഉപ്പയും വന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോവാണ് എല്ലാവരും കൂടി. അനിയൻ പിന്നെ സ്കൂട്ടിമേലാണ് കേട്ടോ വരുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും പോവാണ് ഗൈസ്. എത്ര വട്ടാ പോകണില്ലേ? അങ്ങനെ ഞങ്ങളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ഫ്രണ്ടിൽ തന്നെ ഒരു തോട് പോലെ വരുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഗൈസ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മഴ ചെയ്ത കാരണമാണ് തോന്നുന്നുണ്ട് നല്ല കിഴക്ക് വെള്ളമാണ്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം നമ്മളെ പോയതിൻ്റെയൊക്കെ പോലെ നല്ല അടിപൊളിയായിരിക്കും. അങ്ങനെ ഹൗസ് വാമിംഗ് ഉള്ള വീട് ഇതാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഫ്രണ്ടിൽ ഇതാ നിൽക്കുന്നുണ്ട്. ഇതാണ് നമ്മളെ കുഞ്ഞാക്ക, ആളുടെ വീടാണ് കേട്ടോ. അപ്പോൾ ഇത് ആളുടെ മോനാണ് ഇതാ അവിടെ വെള്ളം കൊണ്ട് പോകുന്നത്. അപ്പോൾ ഇതാ ഞങ്ങൾക്ക് ചെന്നൈക്കിന് തന്നെ വെള്ളം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് നമ്മൾ പിന്നെ അകത്ത് കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ കേട്ടോ. അപ്പോൾ ബാക്കിൽ നല്ല ഭംഗിയുള്ളൊരു കിണറും കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. അപ്പോൾ ഇതാ ബാക്കിൽ കാടൊക്കെ ആയ കാരണം നല്ല തണുപ്പായിരിക്കും കേട്ടോ ഇവർക്ക്. നല്ല വേറെ എന്തൊക്കെയോ മരങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ആരൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്തോ ഒരു മരം ഉണ്ട്, അപ്പോൾ നല്ല തണുപ്പായിരിക്കും എന്നൊക്കെ എനിക്കറിയില്ല ഏതാണെന്ന്. ഫുഡ് ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ നമ്മളെ ഫാമിലീസ് ഫുള്ള് ഇതാ റൂമിൽ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ചിരുന്ന് ഇങ്ങനെ വിശ്രമിച്ച് ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞിരിക്കാൻ കേട്ടോ. അപ്പം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. വീടൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ ഇന്നത് നമ്മൾ സ്റ്റെയർ കേസൊക്കെ കയറി പോയിട്ടുണ്ടായിരുന്നു. മുകളിൽ പിന്നെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇട്ടേക്കാണൊന്നുമില്ല. അങ്ങനെ നമ്മൾ വീഡിയോ എടുത്ത് ജസ്റ്റ് പോന്നു. പിന്നെ അതാ താഴെ എത്തിയപ്പോൾ ചെറുതായിട്ട് ഇവിടെ ഒരു ബിസിനസ്സൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ കസിൻ്റെ കേട്ടോ ഈ ഡ്രസ്സുകളൊക്കെ. ഓള് ഇതൊക്കെ സെയിൽ ചെയ്യണേണ്. അപ്പോൾ ഓളിങ്ങനെ ഇറക്കിയിട്ട് കൊടുക്കണ അങ്ങനെ എന്തോ സംഭവമാണ്. അപ്പോൾ അത് അമ്മായി കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. അമ്മായിക്ക് പറ്റിയതുണ്ടെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. കാരണം സ്കൂളിൽ പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഡ്രസ്സുകളൊക്കെ കോളേജിലുണ്ട് കേട്ടോ. അപ്പോൾ അമ്മായി 1-2 എടുത്തും തോന്നുന്നുണ്ട്. അങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ കാണിക്കാൻ വേണ്ടിയിട്ട്. അമ്മായിക്ക് വേണ്ടത് എടുത്തോട്ടെ എന്ന് വെച്ചിട്ട്. പിന്നെ ഇതിനായിട്ട് വരല് നടക്കൂല എന്ന് വെച്ചപ്പോൾ അങ്ങനെ അതും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഇതൊക്കെ ഉണ്ട് ഡ്രസ്സ് വരുന്നത് ഗൈസ്. ഡ്രസ്സൊക്കെ അടിപൊളിയായിരുന്നു. നല്ല രസമൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സാണ്. അപ്പോൾ അത് അമ്മായിക്ക് പറ്റിയിട്ടുണ്ട്. അമ്മായി 2 ഒക്കെ എടുത്തിട്ടുണ്ട്. 2-3 ആയിട്ട് എടുത്തിട്ടുണ്ട് തോന്നുന്നു. എല്ലാരും കൂടി ഇരുന്ന് ലുഡോ കളിക്കാണ്. ഒരു പരിപാടിക്ക് വന്നിട്ട് നിങ്ങളുണ്ട് കളിച്ചാൽ ഞാനല്ലേ. അപ്പൊ ഇതിങ്ങനെ തിരിച്ചണം. അപ്പൊ ഞാൻ ഇതിൽ ആര് വിന്നറാവും നമുക്ക് നോക്കാം. വർക്കത്ത് ഞങ്ങളെ കുടുംബത്തിലെ മോലേരാണ് ഗൈസ്. വേറെ മോലേരുണ്ടല്ലോ, അവർക്ക് പോയി മോലേരമ്മ. അങ്ങനെ എല്ലാവരും കൂടി കുറേ സംസാരിച്ചൊക്കെ ഇരുന്ന് പിന്നെ മോളി ഇതാ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നമുക്കൊന്ന് പോയൊക്കെ അറിയാണ്ട് ഞാനും കസിൻസ് എല്ലാവരും കൂടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഞാൻ ഫ്രണ്ടിൽ പോവാണ് കേട്ടോ. അപ്പോൾ ഒരു വീഡിയോ എടുക്കുകയാണ്. ബാക്കിൽ ഇതാ 2 ആളുണ്ട്. അങ്ങനെ നമ്മൾ മോളിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ഓളെടുത്ത ഫോട്ടോസൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഓളെ ഫോട്ടോസ്. പക്ഷേ എൻ്റെ എടുത്തപ്പോൾ എന്തോ ഗൈസ് ഒരു ഭംഗി ഇട്ടിട്ടില്ല. ഇതിൻ്റെ കോസ്റ്റ്യൂമിൻ്റെ ഒരു കളറും ബാക്ക്ഗ്രൗണ്ടും മാച്ച് ആവേണ്ടിയിട്ടാണോ എന്നറിയില്ല, ഒരു ഭംഗി ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഓളെ ഫോണിലെടുത്തപ്പോൾ. അല്ലെങ്കിൽ അടിപൊളി ഫോട്ടോസ് കിട്ടലുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഫോട്ടോ എടുക്കണ്ട വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് പോകുന്നു വീഡിയോസൊക്കെ എടുത്ത്. അപ്പോൾ അങ്ങനെ കസിൻസൊക്കെ വന്നിട്ട് കുറേ സംസാരിച്ച് നിന്നിട്ട് പിന്നെ നമ്മളിങ്ങോട്ട് വരുമ്പോൾ ആ സ്വത്തുമണി എടുത്ത് മോനും അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓനക്ക് ഈ വെള്ളം കണ്ടപ്പോൾ അവയിലൊന്ന് ഇറങ്ങണം എന്നുണ്ട്. കാരണം ഓൻ ഭയങ്കര ഇഷ്ടമുണ്ട് ഗൈസ് വെള്ളത്തിൽ ഇറങ്ങുക പറഞ്ഞാൽ. ഓൻ ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി അതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാലിട്ടിട്ട് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം നല്ല കിഴക്ക് വെള്ളം ഒന്ന് മുക്കിയെടുത്ത കാരണം ഓൻ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. ഓനക്ക് നല്ല സന്തോഷമായിക്കണേ. പിന്നെ അതാ നമ്മളെ അമ്മ എടുത്തുകൊണ്ട് എടുക്കാൻ കേട്ടോ. ഓനക്കാണെങ്കിൽ അമ്മോനെ ഭയങ്കര കാര്യമാണ് ഗൈസ്. അമ്മ എല്ലായിടത്തും ഇങ്ങനെ കൊണ്ട് നടന്നിട്ടാണോ എന്നറിയില്ല, ഓൻ അമ്മോൻ്റെ അടുത്ത് പോരുന്നുണ്ടായിരുന്നില്ല. എല്ലായിടത്തും ഇങ്ങനെ നടക്കണുണ്ട്. പിന്നെ ഇതാ നമ്മളെ കുടുംബത്തിലത്തെ മോലേര് ഇതാ വന്നിട്ടുണ്ട്. മോലേരെ കൂടെ വേറെ കുറേ മോലേര് കുട്ടികളും ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ ഓരെ കൊണ്ടുവരാൻ വേണ്ടി ഓൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും വന്ന് ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ ഇതാ അമ്മായി വന്നാണ്ട് ഇന്നൊന്ന് വീഡിയോ എടുക്കടി, എന്താണ് ചേച്ചി, ഞാൻ എപ്പോഴെങ്കിലും ഒന്ന് ഫ്രെയിമിൽ വരുള്ളൂ, എൻ്റെയൊക്കെ വീഡിയോ എടുത്ത് നോക്കുമ്പോഴേ എന്നെ കാണാൻ പറ്റുള്ളൂ, എനിക്ക് പറഞ്ഞാണ്ട് വന്നാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ എന്തായാലും പിടിച്ചെടുത്തതാണ് വീഡിയോ. അമ്മായിനെ വീഡിയോ എടുത്തപ്പോൾ അമ്മായി പറയുകയാണ് അമ്മോനെ വീഡിയോ എടുക്കുക, അമ്മ ഗുണ്ടാണെന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ നമ്മളെ ഗുണ്ട അമ്മോനാണ് കേട്ടോ ഗൈസ് ഈ നിൽക്കണത്. ഗുണ്ടയാണെന്ന് അറിയിച്ചാൻ വേണ്ടി വലിയൊരു ചങ്ങാലിട്ടോ ഗൈസ് കൗത്തിൽ. അത് എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ.
ഞങ്ങൾ അമ്മോനെ കളിയാക്കിയതൊന്നുമല്ല കേട്ടോ. അമ്മോൻ്റെ ലുക്ക് വെച്ചിട്ട് അങ്ങനെ തന്നെയാണ്. പിന്നെ അമ്മോന് അത്യാവശ്യം ഫിലിമിലൊക്കെ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ഗുണ്ടായിട്ടുള്ള ഒരു വേഷമാണ് ആൾക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ ഗുണ്ടാമോ എന്ന് പറയുന്നത്. അല്ല വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് നമ്മൾ പോരുകയാണ് കേട്ടോ ഗൈസ്. ഞാനും മോളിയും പെട്ടെന്ന് പോന്നു. കാരണം കുട്ടികളെയും കൊണ്ട് വല്ലാതെ കൂടുതൽ നേരം എവിടെ നിൽക്കാൻ പറ്റില്ല. ഓൽക്കൊരു കംഫർട്ടബിൾ ആവില്ലല്ലോ. ഓൽക്ക് എന്താ ചെയ്യലേ? എൻ്റെ അമ്മച്ചി ഫുള്ള് എടുത്ത് തിന്നോ? ഗൈസ് നിങ്ങൾ കേൾക്കണം കേട്ടോ. വ്ളോഗറായ മോളി ഷെറിഹാൻ്റെ മകളാണ് ഈ പറയുന്നത് ഗൈസ്. ഈ കുട്ടീൻ്റെ മുട്ടായി വരെ ഓളാണോ തിന്നില്ല? എനിക്കൊന്നും തിന്നാൻ തരില്ല. ഓക്ക് വിശപ്പ് വന്നാൽ പിന്നെ ഓളൊന്നും വെറുതെ വിടൂലാന്ന്. അതാണ് ഓൾ കുട്ടി പറയുന്നത് ഗൈസ്. അപ്പോൾ ഫ്രിഡ്ജിൽ പേരക്ക ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഉപ്പും മുളകും ഇട്ടിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എടുത്തിട്ടുണ്ട്. ഓവർ പഴുത്തിട്ടുണ്ടായിരുന്നില്ല. ഒരു ചെറിയൊരു മീഡിയം പഴുപ്പുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആകുമ്പോൾ നല്ല രസമാണല്ലോ. എന്നാൽ പച്ചയല്ല, എന്നാൽ നല്ല പൗത്തതുമില്ല, അങ്ങനത്തെ ഒരു രീതിക്ക്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ പറയാം, ഓ നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ അജിമോക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ഇങ്ങനെ ഇരുന്ന് കഴിക്കാൻ കേട്ടോ. അങ്ങനെ അതാ വീഡിയോ എടുക്കാൻ കേട്ടോ ഞങ്ങളിങ്ങനെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പുറത്ത് പോയി ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കഴിക്കണം വീഡിയോ എടുത്തതാണ്. എൻ്റെ പൊന്നോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഗൈസ്. ഭയങ്കര രസമുണ്ടായിരുന്നു. എനിക്ക് പൊതുവേ ഇപ്പോൾ മധുരവും പുളിയൊക്കെ ഇഷ്ടമുള്ളൊരു കൂട്ടത്തിലാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അസിമോക്കും നല്ല ഇഷ്ടപ്പെട്ടു. ഓളും എൻ്റെ കൂട്ടത്തിലാണ് ഗൈസ്. ഓൾക്ക് ഈ പുളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഭയങ്കര ഇഷ്ടമാണ്. ഓളമ്മ അങ്ങനെ കഴിക്കൂല, പക്ഷെ ഞാൻ നല്ലോണം കഴിക്കോളൂ. പറയും എൻ്റെ അതേ സ്വഭാവമാണ് വെക്കാറ് കേട്ടോ. പിന്നെ കുറച്ചൊക്കെ സ്വഭാവം കിട്ടാതൊക്കെ ഗൈസ്. ഞാനൊരു കുഞ്ഞാമല്ലോളെ. അങ്ങനെ ഇതാ പിന്നെ നമ്മളൊന്ന് പുറത്ത് പോകുന്നുണ്ട് കേട്ടോ. വേറെ ഒന്നിനുമല്ല, ഇന്ന് ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു ഗൈസ്. വേറെ ഒന്നുമല്ല, മനുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. ആരും അറിഞ്ഞിട്ടില്ല. ഓനാണെങ്കിൽ ഫോട്ടോ എടുക്കാനൊന്നും നിന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്റ്റാറ്റസ് വെക്കാൻ പോലും ഓൻ്റെ ഒരു ഫോട്ടോ ആരുടെ കയ്യിലും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം നമ്മൾ വിചാരിച്ചു നമുക്കൊന്ന് സർപ്രൈസ് കൊടുക്കുക, അതിന് വേണ്ടിയിട്ട് ഒരു കേക്ക് മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് ചെറുതായിട്ട് ഞങ്ങളെല്ലാവരും കൂടി പ്ലാൻ ഇട്ടുകൊണ്ട് ഒരു കേക്ക് മേടിക്കാൻ വേണ്ടി പോയി. അങ്ങനെ 1 kg ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും മോളി അസിമോളും എൻ്റെ സ്വത്തുമണിയും കൂടിയാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ കേക്കൊക്കെ മേടിച്ച് നമ്മൾ തിരിച്ചു പോരുകയാണ്. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ ഇറങ്ങിയ ഓട്ടോൻ്റെ സൗണ്ട് കേട്ടിട്ട് അറിയുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കുറച്ച് തൊട്ട ബാക്കിൽ ഇറങ്ങിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടി നടന്ന് പോകട്ടെ ഗൈസ്. അപ്പോൾ ഇരിക്കണത് അവിടെ സ്റ്റെയർ കേസും ഇരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ മേമ വന്നിട്ടുണ്ടായിരുന്നു. മേമ പറഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിൽ കൂടി കയറാം, അതാണ് നല്ലത്, അതാവുമ്പോൾ കാണൂല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ അവിടെ നിൽക്കണ്ടോന്നൊക്കെ നോക്കിക്കാണ്ട് വെല്ലെ പോവാണ് കേട്ടോ ഗൈസ്. അല്ലെങ്കിൽ എന്തൊരു പരിപാടിക്കും നമ്മൾ കുറച്ചൊന്ന് എഫേർട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ആ പരിപാടി അടിപൊളിയായിക്കാരം ഗൈസ്. നമുക്ക് ലൈഫ് ലോങ് മറക്കാൻ പറ്റാത്തൊരു പരിപാടിക്കാരം കേട്ടോ. അപ്പോൾ ഒരാൾക്ക് സർപ്രൈസ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അതിലും വലിയ സംഭവം വേറെ ഒന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടോ. കാരണം ഓല ഹാപ്പിനെസ് കാണുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു ഹാപ്പി ആയിക്കാറില്ല നമ്മളും. അപ്പോൾ മൂത്തമ്മാനെ കണ്ണാടൊക്കെ വെച്ച് ഒരുക്കാൻ നോക്കാണ്ട് ഇവർ മൂത്തമ്മേനെ അതിനൊന്നും നിന്ന് കൊടുക്കണില്ല. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ കേക്ക് സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോവാണ് കേട്ടോ എല്ലാവരും കൂടി. അപ്പോൾ കേക്ക് സെറ്റ് ചെയ്യലൊക്കെ നോക്കുന്നുണ്ട്. മനുവിനെ നമ്മൾ താരി കൊണ്ടുപോയി ഇരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് അവിടെ നാട്ടിൽ വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ പോയി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ മേമ കേക്കൊക്കെ എടുത്ത് സെറ്റ് ആക്കുകയാണ്. പക്ഷേ ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട് ഗൈസ്. കേക്ക് എടുത്തപ്പോഴാണ് കേട്ടോ നമ്മൾ കാണുന്നത് മനുവിനെ എഴുതാൻ പറഞ്ഞത് ഒരു മോനൂന്നാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് തുറക്കുമ്പോഴാണ് കാണുന്നത്. ഇനിയിപ്പോൾ എന്തായാലും കൊണ്ടുപോയി മാറ്റി ഇതിൽ നടക്കില്ല. അപ്പം ഞാൻ പറഞ്ഞ കത്തി വെച്ചിട്ട് തന്നെ ഒന്ന് ഇങ്ങനെ ക്രീമോ ഒന്നിങ്ങനെ വലിച്ചു കൊടുത്താൽ മതി, ഉള്ളത് ആക്കാന്ന്. അങ്ങനെ എൻ്റെ ഐഡിയ പ്രകാരം മേമ അതാ ഗൈസ് ആ ഒരു പരിപാടി ഏറ്റെടുത്തിട്ടുണ്ട്. സംഭവം നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഉള്ളത് ആക്കി മാറ്റിയിട്ടുണ്ട്. അങ്ങനെ മോനു എന്നുള്ളത് നമ്മൾ മനു തന്നെ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ നമ്മളെ കേക്കൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓനെ വിളിക്കണ പരിപാടിയാണിട്ടുള്ളത്. അപ്പോൾ അതാ ഓനെ വിളിച്ചിട്ടുണ്ട്. ഓനാകെ ഷോക്കായിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഓൻ ഭയങ്കര സന്തോഷത്തിലാണ് വന്നിട്ടുള്ളത്. ഓൻ്റെ ഫേസ് നിങ്ങൾക്ക് കണ്ടാൽ അറിയുണ്ടാവും. ഭയങ്കര ഷോക്കായ പോലെ ഒന്നും ഇല്ലെങ്കിലും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഓൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓനക്ക് 18 വയസ്സാവുക അങ്ങനെ എന്തോ ആണ് ഗൈസ്. അപ്പോൾ അത് നമുക്കൊന്ന് ആഘോഷിക്കണമല്ലോ. അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കേക്ക് കട്ട് ചെയ്ത് മനുവിന് കൊടുത്തു കേട്ടോ. അങ്ങനെ ആദ്യം അവൻ്റെ ഉമ്മേനെ കൊടുത്തിട്ടുണ്ടായിരുന്നു അവനക്ക്, പിന്നെ ഉമ്മ കൊടുത്ത് അങ്ങനെ എല്ലാവരും കൂടിയപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. എപ്പോഴെങ്കിലും ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ കൂടലുള്ളൂ. പക്ഷേ ഫാമിലിയിൽ എല്ലാവരും കൂടുമ്പോൾ നല്ല രസമാണ് കേട്ടോ. കുറേ കോമഡിയും പറഞ്ഞ് അങ്ങനെ ഇരിക്കാം, നമുക്ക് നല്ല രസമായിരിക്കും. അങ്ങനെ ഓൻ സ്വത്തുമണിക്ക് കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സ്വത്തുമണിയും കഴിച്ചു. പിന്നെ ഓൻ കൊടുക്കാൻ പറഞ്ഞിട്ട് സ്വത്തുമണി കൊടുക്കണില്ല കേട്ടോ. മേടിക്കണുണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ച് കൊടുക്കുന്നതാണ്. ഓൻ കൊടുത്തില്ല ഗൈസ്, ഓൻ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും ഓനക്കൊരു കേക്ക് പീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഗൈസ്. ബർത്ത്ഡേ ആകുമ്പോൾ അങ്ങനെയാണല്ലോ, എല്ലാവരും കൊടുക്കണ്ടേ, അതാണല്ലോ അതിൻ്റെ രസം. അങ്ങനെ കേക്കൊക്കെ കൊടുത്ത് പിന്നെ അമ്മോനത് അവിടെ എന്തൊക്കെയോ കോമഡിയൊക്കെ പറഞ്ഞാൽ എല്ലാവരും കൂടി ചിരിച്ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കേക്കൊക്കെ പീസാക്കിയിട്ട് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കുറേ സമയം സംസാരിച്ചൊക്കെ ഇരുന്നു. പിന്നെ എല്ലാവരും പോകൽ തുടങ്ങിയിട്ട് അങ്ങനെ മോളി പോവാണ് ഓല ഇറങ്ങിയിട്ട്. അങ്ങനെ എല്ലാവരും പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ വീഡിയോ എല്ലാവരും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇത്ര ഇട്ടത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഗൈസ്.